ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു റീൽ എടുക്കാനായിട്ട് എങ്ങനെ ഞാൻ റെഡി ആവണമെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ തോന്നി. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ വിചാരിച്ചു ഞാൻ അണിഞ്ഞൊരുങ്ങണത് നിങ്ങളെയും കൂടി കാണിക്കാന്ന്. അപ്പൊ വാ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ട്രാൻസിഷൻ ആണ് എടുക്കണം. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അതിന്റെ ബ്ലൗസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഹെയറും കൂടി ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാം. ഇത് ഞാൻ നൈറ്റായിട്ട് എടുക്കണ വീഡിയോ. ഏകദേശം 10 മണി 10:30 ആവാറായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത്. കുഴപ്പമില്ല. ഈ ലേറ്റ് നൈറ്റൊക്കെ റീൽ എടുക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ എടുക്കാന്ന് പറയണത് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ഹെയർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഇനി വരില്ല. അപ്പോൾ നമുക്കിനി റെഡി ആവാം. നൈറ്റ് വീഡിയോ എടുക്കണോണ്ട് നമുക്ക് അധികം സ്കിൻ കെയർ ഒന്നും വേണ്ട. ജസ്റ്റ് ഞാൻ ഒരു ക്രീം അപ്ലൈ ചെയ്യണേ. ഇതിൻ്റെ ഈ എഴുതിയതൊക്കെ പോയിട്ടാ. ഇതെനിക്ക് ചേച്ചി തന്നാണ്. എനിക്കല്ല തന്നെ, ഹസ്ബൻഡിന് കൊടുത്തതാണ്. പക്ഷേ ഞാനത് അടിച്ചു മാറ്റി. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കാം. അയർലാൻഡിലത്തൊക്കെ ക്രീമാണ് ഞാൻ ഇടണത് ഗൈസ്. ഞാൻ വലിയ ആളായി. ഞാൻ എങ്ങനെയൊക്കെയായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊരു കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത് ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രോക്ക് ക്രീം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടണേ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇടാറ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിടാം നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്, നെക്കും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നൈറ്റാണ് വേണ്ട നമുക്ക്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, വീഡിയോ എടുക്കാനല്ലേ. പിന്നെ കുറച്ച് സ്ട്രോക്ക് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രോക്ക് ക്രീം ഞാൻ ഭയങ്കര പിശിക്കായിട്ട് എടുക്കുള്ളൂ കേട്ടോ, കഴിയുന്നു പിടിച്ചിട്ട്. ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഗായ്സ്. ഇതെൻ്റെ ഷെയ്ഡല്ല കേട്ടോ, ഫൗണ്ടേഷൻ്റെ കുറച്ച് ഡാർക്കാണ്. മേമയ്ക്ക് മേടിച്ചതാ. അപ്പം അത് എനിക്ക് ആൾ തന്നു. ഞാൻ പിന്നെ വേസ്റ്റ് ചെയ്യാൻ പോയില്ല. ജസ്റ്റ് മിക്സ് ചെയ്തിടുമ്പോൾ നമ്മുടെ ഷെയ്ഡിനിടാം. ഇതിങ്ങനെ ഞാൻ ഡോട്ടായിട്ട് കൊടുത്തിട്ട് ആണ് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ബ്രഷൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണ എൻ്റെ സുഖം നമുക്ക് കിട്ടില്ല, ഒരു ഫിനിഷിങ് കിട്ടില്ല നമുക്ക്. സോ നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ബ്ലെൻഡായി കൂട്ടാം. കൈ കൊണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ബ്ലെൻഡായി. കണ്ട, നമ്മുടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നോക്ക്, കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ. നമുക്ക് നെക്സ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ പൗഡറാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഞാൻ മുമ്പൊക്കെ കോമ്പാക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം പക്ഷെ ഞാൻ ഈ ബേബി പൗഡറിലേക്ക് ചേഞ്ച് ചെയ്തു. എനിക്കെന്തോ ഇപ്പോൾ ബേബി പൗഡർ ഇഷ്ടമായി. നമുക്കപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എടുത്തത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്, പക്ഷെ വേസ്റ്റ് ആക്കണ്ട, നമുക്ക് ഫേസിൽ തന്നെ ഇട്ട് കൊടുക്കാം. അത് കൈ ഫുള്ളാക്കിയിട്ട് ഇടാറ്, 2 കയ്യിലിട്ടിട്ട്. പക്ഷെ വീഡിയോയില് നമുക്ക് അങ്ങനെ ഇടുമ്പോൾ എനിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയോ. സോ നമുക്കിങ്ങനെ കുറേ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഒരു മാറ്റ് ഫിനിഷ് കിട്ടിയില്ല ഇപ്പോൾ. എനിക്ക് അതുകൊണ്ട് കൂടുതൽ പൗഡർ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ കൊണ്ട് വെച്ചേക്ക സാധനങ്ങൾ. ഈ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ സെറ്റായിരിക്കും കേട്ടോ. കുറച്ച് മൂക്കും ഇട്ട് കൊടുക്കാം. ജോലൈനൊന്നും ഇല്ല ഗൈസ്. ഞാൻ വണ്ണം വെച്ചിട്ട് എൻ്റെ ജോലൈനും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തീരെയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു
ആ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വെയിറ്റ് കൂടിയിട്ടോ. ഞാൻ ഒറ്റയടിക്കൊരു 10 കിലോ അല്ല, ഒരു 7-8 കിലോ കൂടി. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചു. ഇപ്പോൾ കുറവാ, ഇപ്പോൾ കുറച്ചു. മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചു. ഞാൻ എന്നാലും കാണുമ്പോൾ വണ്ണം തോന്നിക്കും, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഗൈസ്. എൻ്റെ ചേക്കനെ പട്ടിണിക്ക് ഇടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വണ്ണം വയ്ക്കുന്നത്. അപ്പം അടുത്തത് നമുക്ക് കണ്ണെഴുതാം. നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ പറ്റില്ല. സോ മിററിൽ നോക്കിയിട്ട് ഞാൻ കണ്ണെഴുതിയിട്ട് വരാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് വാലിടുന്നുണ്ട് കേട്ടോ. ഗായ്സ്, ഞാൻ കണ്ണെഴുതി. രണ്ടും ഏകദേശം സെറ്റായിട്ട് വന്നോന്ന് വിചാരിക്കണം. റിയൽ എടുക്കണതല്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. കൺപീലികളൊക്കെ ഇങ്ങനെ വിജൃംഭിച്ചിരിക്കണം. എന്നാലും നമ്മളെ കാണാൻ കുറച്ച് നമ്മുടെ കണ്ണൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും. സോ അപ്ലൈ ചെയ്യാം. അടിയിലും കൂടി ചെയ്യണം കേട്ടോ. സോ കണ്ണിൽ കുത്തിയാണ്. മൈക്കില്ലേ ഗൈസ്, സോ ഫാനൊക്കെ നിർത്തിയിട്ട് ചെയ്യണം. മഴ പെയ്യണോണ്ട് ചെറിയ തണവുണ്ട്, പക്ഷേ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരു അങ്ങനെ ചൂടെടുക്കാം. ഒരു റീലൊക്കെ എടുക്കാൻ എന്ത് കഷ്ടപ്പാടാണെന്നറിയും. ജസ്റ്റ് നമുക്ക് ഈ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യണില്ല, ഞാൻ ഫില്ല് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മിററിൽ നോക്കി ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ മേളിക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കും കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അത്യാവശ്യം കട്ടിയുണ്ട്, ഇനി വരച്ച് കൊളാക്കണ്ടെന്ന് വിചാരിച്ചൊന്നും ചെയ്യാറില്ല. നെക്സ്റ്റ് നമ്മുടെ മെയിൻ സംഭവമായ ലിപ്സ്റ്റിക്കും കൂടി ഇടാം നമുക്ക്. എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു കോംബോയാണിത്. അപ്പോൾ നമുക്ക് ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്ക്, ഈ 2 ലിപ്സ്റ്റിക്കും കൂടിയും 3 കൂടി നമുക്ക് പെയർ ചെയ്യാം. ആദ്യം ലിപ്പ് ലൈൻ ചെയ്യാം കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ വായൊക്കെ തുറക്കും കേട്ടോ, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് മുകളിൽ ഫില്ല് ചെയ്യാം. ഈ മേളിത്തെ ലിപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളെന്നാ വരണേ. എൻ്റെ എന്ന് പറയണില്ലേ. കണ്ടെ സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹമാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് അടിയിലിടാം. ഇനി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ട, ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കോംബോ. എല്ലാവരും എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടുല്ലോ അല്ലേ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഇനി പ്രത്യേകിച്ച് പരിപാടി എന്ന് പറയണത്, ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. സാരി ഞാൻ ലാസ്റ്റ് എടുക്കണം, കാരണം അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കണില്ല. ജസ്റ്റ് ഈ ഫ്രണ്ട് ഭാഗം മാത്രം വെച്ച് കൊടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. കാരണം ഈ രാത്രി എനിക്ക് വയ്യ ഫുള്ള് എടുക്കാനായിട്ട്. പിന്നെ ഞാൻ എടുത്താലും ശരിയാവില്ല, കുറച്ച് കനുള്ള സാരി. അപ്പോൾ നമുക്ക് കമ്മൽ, മാല സംഭവങ്ങളൊക്കെ ഇടാം. ഞാനപ്പോൾ ഈ ഒരു മാലയാണ് പെയർ ചെയ്യണേ ഗായ്സ്. കുറച്ചധികം ഓവറാണ്, പക്ഷേ ഈ സോങ്ങിന് ഓവറായാലും കുഴപ്പമില്ല. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. അയ്യോ, ഈ മല പൊട്ടിയോ? ഞാൻ അതുവരെ ഉപയോഗിച്ചിട്ടില്ലേ ഗൈസ്, പൊട്ടിയിട്ടില്ല കേട്ടോ. ഇട്ട് കൊടുക്കാം.
ഓ മൈ ഗോഡ്. അല്ല മുട്ടി. ഒറ്റയ്ക്കൊക്കെ ചെയ്യണോണ്ട് ഈ ബ്ലൗസിന്റെ കുടുക്കിടാൻ ഞാൻ പെട്ട പാട്. ബാക്കിലാണ് കുടുക്ക് വെച്ചേക്കണത്. അത് ഇടാൻ പറ്റാണ്ട് കുറച്ച് നേരം ഗുസ്തി പിടിച്ചു. ബട്ട് ഞാൻ ഇട്ടൊറ്റയ്ക്ക്. ഭംഗിയില്ലേ? സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇയറിങ്സ് ഇട്ട് കൊടുക്കാം. അയ്യോ, ഇയറിങ്സിൽ വെക്കാനായിട്ട് ഈ ഒരു ചെയിനില്ലേ, ഇയർ ചെയിൻ എന്നാ പറയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ വെക്കണ. അയ്യോ, ഇവനെന്തോ ഒരു കുഴപ്പമുണ്ട് ഗൈസ്. എന്തോ അങ്ങനെ ആദ്യമായിട്ടൊരു സംഭവം മേടിച്ചതാ. അതാണെങ്കിൽ തല തിരിഞ്ഞിട്ട് അവര് ആക്കി വെച്ചേക്കണം. എന്താ ആൾക്കാരാണ് ഈ മീഷോക്കാരെന്നറിയോ? അയ്യോ സോറി, ഞാൻ വെച്ചെൻ്റെ മിസ്റ്റേക്കാ. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് ആദ്യം ഇട്ട് കൊടുക്കാം. എങ്ങനെ ഞാൻ അവിടെ ആയിരിക്കും എന്ന് വിചാരിക്കാം. അറിയണ പോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് അറിയണ പോലെ ഇടാൻ പറ്റുള്ളൂ. അയ്യോ, ഇതിപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല, മുടി കേട്ടുണ്ട്. കുഴപ്പമില്ല, ഇതിങ്ങനെ കിടന്നോട്ടെ. അയ്യോ, നെക്സ്റ്റ് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സംഭവം ഞാൻ ആദ്യമായിട്ടായിട്ട് ഇടുന്നത്. നൈസുണ്ട്, എനിക്കിഷ്ടമായി. ഈ ഒരുങ്ങി കഴിഞ്ഞിട്ട് എപ്പോൾ വീഡിയോ എടുക്കാണ് ഞാൻ? 10:45 കഴിഞ്ഞു കേട്ടോ. ഇതുവരെ എൻ്റെ റെഡി ആയി കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇത് പിന്നെയും തിരിഞ്ഞ് കിടക്കുക. ഞാൻ അതൊന്ന് ശരിയാക്കിയിട്ട് വരാം. നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിവിടെ സെറ്റ് ആക്കൂട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ എന്നെ കാണാൻ. നെക്സ്റ്റ് നമുക്ക് ഇതും ഞാൻ മേടിച്ചതായിട്ട് ഓൺലൈനായിട്ട് തന്നെ. ജസ്റ്റ് നമുക്ക് ഈ ഇവിടെ വെച്ച് കൊടുക്കാം. ഓ മൈ ഗോഡ്, ഓ ഇത് വേണ്ട അല്ലേ? കുറച്ചധികം ഓവറല്ലേ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇത് വേണ്ട ഗായ്സ്. ഇനി ഫൈനലായിട്ട് നമ്മൾ സാരി എടുക്കാൻ പോവാണ്. സാരി എടുക്കണില്ല, ഇത് ഫ്രണ്ടിൽ ജസ്റ്റ് കവർ ചെയ്യണുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യണില്ല. കാരണം എനിക്ക് സാരി എടുക്കാനായിട്ട് പ്രാന്ത് പിടിക്കും. അതിനാണ് എനിക്ക് 1-2 മണിക്കൂർ എടുക്കും. അതിനിപ്പോൾ അതും ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. കാരണം ഇവിടെ വരെ ഈ ഒരു പോർഷൻ വരെ നമ്മൾ റീലിൽ ഉൾപ്പെടുത്തുള്ളൂ. സോ നമ്മൾ വെറുതെ നിന്ന് സാരി എടുത്ത് വേസ്റ്റ് ആക്കണ ടൈം. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കാം. ഇവിടെ സാരി കുറേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം കവർ ചെയ്യണുള്ളൂ. ഓക്കെ, ഇനി ഇവിടെയും കൂടി ഒരു പിൻ ചെയ്ത് വെച്ച് സെറ്റ് ആവും കേട്ടോ ഗായ്സ്. ഞാൻ ഇവിടെയും കൂടി ഒരു പിൻ ചെയ്തിട്ട് വന്നേക്കാണ്. ഇനി നമുക്ക് ഹെയർ ആണുള്ളത്. ഹെയർ ജസ്റ്റ് അഴിച്ചിടാണ്, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ഓ മൈ ഗോഡ്, ഹെയർ ജസ്റ്റ് നമുക്കൊരു ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഞാൻ ക്ലിപ്പ് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഈരിടല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. ഇതിൻ്റെ സിന്ദൂരം തൊട്ടതാട്ടോ, തൊട്ട് ഇവിടം വരെ എത്തി. അയ്യോ, മുടി വെട്ടു ഗൈസ്. ജസ്റ്റ് ഇനി ഒരു ക്ലിപ്പ് ഇട്ടാൽ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം ഇടാണ് ഞാൻ ഉദ്ദേശിക്കണേ. നമുക്ക് ഇട്ട് നോക്കാം, ഭംഗിയില്ലെങ്കിൽ ഊരാട്ടോ. ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, അറിയണ പോലെ വെക്കാം. ഇത് ഭംഗിയുണ്ടോ? ഇപ്പൊ കൊണ്ടുവച്ചിട്ടാലോ.
മുടി അയച്ചിട്ടിട്ട് ജസ്റ്റ് വെച്ച് നോക്കാം. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ടല്ലോ. ഇതെവിടെ പിന്നെ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയണില്ല. ഗൈസ് ഒരുമാതിരി ട്രാപ്പായി പോയി ഞാൻ. നമുക്ക് സ്ലൈഡ് കൊണ്ട് ചെയ്ത് വെച്ചാലും മിറർ നോക്കി സെറ്റാക്കാം. അല്ലെങ്കിൽ ഞാൻ ഫുൾ പണിയാവും. മുടിയമ്മ ഫുള്ളത് പിടിച്ചുകൊണ്ടിരിക്കും. ഈ അപ്പുറത്തെ സൈഡും കൂടി സെറ്റാക്കണം. സെറ്റ് ചെയ്തിട്ട് കാണിക്കാട്ടോ. ഏകദേശം ഞാൻ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു പൊട്ട് കുത്തി കൊടുക്കാം. പിന്നെ ഈ സിന്ദൂരം തൊടാണ്ടുള്ളൊരു പരിപാടി ഇല്ലേ ഗൈസ്. ആ സിന്ദൂരത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ലുക്കപ്പ് കംപ്ലീറ്റ് ആയിക്കാണ്. ഞാൻ ഈ മൂക്കുമ വയ്ക്കുന്ന സാധനം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കാണ്. വെച്ച് നോക്കാം. കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. കുഴപ്പമുണ്ടാവും. എന്തോ മൂക്കൊക്കെ എന്താ പോലെ. നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പൊ ഞാൻ ഒരു കുടുംബിനി പോലെ ഉണ്ടല്ലേ. നോക്കൂ ഗൈസ്, കൊറേ സാരി. ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്. അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. 11:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ താഴെ കുറേ പേര് പറയും കാണാൻ ഭയങ്കര പ്രായം തോന്നിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കിതൊന്നും ഒരു വിഷയമല്ല. ഞാൻ വണ്ണം കുറയ്ക്കും ഗൈസ്. എനിക്ക് ആരും പറയണ്ട. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വണ്ണം കുറയ്ക്കും. എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ തീരെ പറ്റണില്ല ഗൈസ്. പ്രത്യേകിച്ച് മന്തി കണ്ടാൽ ഞാൻ അവിടെ തലടിച്ച് വീഴും. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ലൂസ് ചെയ്യും. നമ്മൾ ജിമ്മിനൊക്കെ പോയി സെറ്റ് ആക്കുന്നാണ് വിചാരിച്ചേക്കണത്. വരുമ്പോൾ അറിയുള്ളൂ ഇനി എന്തിട്ട് സംഭവിക്കണേന്ന്. ഇന്നത്തെ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാലും. അപ്പോൾ അതൊക്കെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇനി റീലെടുക്കാൻ പോകട്ടെ. ഇനിയും വൈകിയ കിടക്കുമ്പോൾ ഭയങ്കര ലേറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ഗൈസ്. ഞാൻ ഹെയർ സ്റ്റൈൽ ഒന്നും കൂടി ഒന്ന് സ്വിച്ച് ചെയ്തു കേട്ടോ. ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ജസ്റ്റ് പിരിച്ചിങ്ങനെ 2 സൈഡിലും സ്ലൈഡ് കുത്തിയിട്ട് എന്നിട്ടാണ് ഈ ഇയർ ചെയിൻ ഇട്ടേക്കണത്. ഇപ്പൊ പിന്നെയും കുറച്ച് വൃത്തിയാണെന്ന് വിചാരിക്കണേക്ക്. മറ്റേ ഹെയർ സ്റ്റൈൽ എന്തോ പിടിച്ചില്ലേ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഗൈസ്. നിങ്ങളുടെ കമൻറ്റ് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. ചെറിയ ഗ്ലോ ഒക്കെ ഉണ്ട്. സ്ട്രോക്ക് ക്രീമിൻ്റെ ആട്ടത്. ബൈ.